ദുബായിൽ ഒരിക്കലും എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ദുബായിൽ ജോലി ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു തീരുമാനം എടുക്കുന്നത് ദുബായിലേക്ക് പോവാം. എന്തോ ആവട്ടെ, രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എല്ലാവരും വിചാരിക്കുന്ന രക്ഷപ്പെടണം. 8 വർഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 8 വർഷം ഞാൻ അറബി കോളേജിലായിരുന്നു. അറബി കോളേജിലുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും, നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ശരിക്കും ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ്. അവിടെ ഞാൻ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കില്ല എൻ്റെ ലൈഫിൽ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ജീവിക്കുക, ക്ലാസ്സിന് പോവുക, അങ്ങനെ വരാം, അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ ഓരോ കാര്യങ്ങളും കഴിഞ്ഞു കോളേജ് ഇറങ്ങി. കോളേജ് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആണ്. കോളേജിൽ എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യം എന്നുള്ളത് ഇപ്പം പഠിക്കുക, ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ആവില്ല. സത്യമാണ്. കാരണം അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ശരിക്കും അന്ന് നമ്മൾ വെറുതെ കളിച്ചു നടന്നു. അതിനുശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ഇറങ്ങി, എല്ലാവരും 4 വഴിക്ക് പോയി, എല്ലാ ആൾക്കാരും സ്വന്തം കാര്യമായി. ആ സമയത്താണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ലൈഫിൽ എവിടെയെങ്കിലും എത്തണം, എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മൊത്തം തോൽക്കും. അതിനുശേഷം ഞാൻ ലൈഫിൽ ശരിക്കും സ്റ്റക്കായിരുന്ന സമയമാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്ന്. കാരണം എൻ്റെ കയ്യിൽ എനിക്ക് പറഞ്ഞെടുക്കാൻ മാത്രമൊന്നും എൻ്റെ കയ്യിൽ കഴിവൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ദുബായിൽ ഒരിക്കലും എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ദുബായിൽ ജോലി ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു തീരുമാനം എടുക്കുന്നത് ദുബായിലേക്ക് പോവാം. എന്തോ ആവട്ടെ, രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എല്ലാവരും വിചാരിക്കുന്ന രക്ഷപ്പെടണം. ഫൈനലി ഞാനും അങ്ങനെ ഫ്ലൈറ്റ് കയറി ദുബായിലെത്തി. ശരിക്കും ദുബായിൽ എത്തിക്കുന്നതിന് ശേഷം റൂമിലിരിക്കുക, ജോബിന് അപ്ലൈ ചെയ്യുക, കണ്ട ആൾക്കാരൊക്കെ വിളിക്കുക, ജോബുണ്ടോ ചോദിക്കുക, എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക, ആൾക്കാർക്ക് പരക്കെ CV അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു ദിവസം അൺഫോർച്ചുനേറ്റ്ലി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹാഫിൽ സാറിൻ്റെ വീഡിയോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ഇങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്നുണ്ട്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരാമെന്നുള്ളത്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് 100% നോളജ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞില്ല. റിയൽ എസ്റ്റേറ്റ് നാട്ടിലാണെങ്കിലും ദുബായിനെ കുറിച്ച് തീരെ അറിയില്ല. ദുബായിലേക്ക് വരുന്ന സമയത്ത് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ദുബായ് കഴിഞ്ഞാണ്, ദുബായിൻ്റെ ഒന്നുമില്ല, ദുബായിയുടെ എൻഡ് സ്റ്റേജിലാണ് ദുബായ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. ഒരു ദിവസം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബസ്സിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. കോൾ വന്ന് റിഷാൽ സാറിൻ്റെ ആണ്. ഇതിൻ്റെ CV കണ്ടിട്ടുണ്ട്, നിന്നെ സെലക്ട് ആക്കിയിട്ടുണ്ട്, ഇൻ്റർവ്യൂക്ക് വരാൻ പറ്റുമെങ്കിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് എൻ്റർ ആയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഞാനൊരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വെറുതെ ജോബ് ചെയ്യാൻ പോവാം. പക്ഷെ ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയ സമയത്താണ് ഞാൻ ദുബായിനെ കുറിച്ച് പഠിക്കുന്നതും ദുബായ് എന്താണെന്ന് പഠിക്കുന്നതൊക്കെ. അപ്പോഴാണ് ശരിക്കും മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ദുബായ് ഒന്നുമല്ല, ദുബായ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത് ദുബായ് ശരിക്കും ഒരുപാട് വർഷത്തെ കഥ പറയുന്നില്ല. നമ്മളിപ്പം ദുബായ് കോമ്പറ്റീറ്റ് ചെയ്യുന്ന എന്ന് വെച്ചാൽ ഗ്ലോബലി ടോപ്പ് ആയിട്ടുള്ള ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ദുബായ് കോമ്പറ്റീറ്റ് ഗ്ലോബൽ ഹബ്ബായി മാറാൻ പോവുകയാണ് ദുബായ്. അപ്പം ദുബായ്ക്ക് ശരിക്കും പറയുക ഒരു 20 yearsൻ്റെ കഥ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദുബായ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ദുബായ്ക്ക് ഒരുപാട് വിഷൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും താഴ്ന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ ദുബായ് ശരിക്കും മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഇതിൽ എത്രത്തോളം സാധ്യതകളുണ്ട്, നമ്മൾ ഇതിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ആ ഒരു സ്റ്റേജിലാണ്.